we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain fading out in jealousy. And sollum in the kadai en munnurgal potta paadai inda rattam sattam paadai sila veerargalin geethai sila ഏപ്രിൽ 26 ആലോണപ്പുറം ദേശം കടവിലെ നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് മണ്ഡപം കടവാണ്. ഇവിടുന്ന് 18 പേര് കൂടി ആലുവ പെരിയാർ ക്രോസ് ചെയ്യാണ്. 780 മീറ്ററാണ് ക്രോസ് ചെയ്യുന്നത്. ഈ വർഷത്തെ 5ാമത്തെ ക്രോസിംഗ് ആണിത്. ഇവിടെ നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ വേഗം തന്നെ വരിക. മെയ് 31 വരെ ക്ലാസ് ഉണ്ട്. രാവിലെ 5:30 തന്നെ വരിക. 16 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം. അടയാളമറിയും നിതാ ഒരേ കടൽ ഇന്നേകനായി നീന്തിടുന്നു. ഒരേ കടൽ കഥ എഴുതിയ ചിതകളിൽ ഉരുകിയ നഗരമിതോ. நடுக்கம் தினம் ஒரு போரான இது எங்கள் சொர்க்கம். ஊஞ்சலில் குழந்தைகள் இல்லை, உயிர் மட்டும் தான். வெல்கம் டு டிட்ராய்ட், இது குண்டர்களின் மண். பயம் எதுவும் இல்லை ஆனா குளிரினில் நடுக்கம். தினம் ஒரு போரான இது எங்கள் சொர்க்கம். ஊஞ்சலில் குழந்தைகள் இல்லை, உயிர் மட்டும் தான். வெல்கம் டு டிட்ராய்ட், இது குண்டர்களின் மண். തെരുവുകൾ ചിലതടയവേ, പല നിലവുകൾ അതിലെരിയവേ, ചിതയതിലിരു ചിറകൊടു പറവകളുയരുകയാ. കനവുകൾ ചിരി വിതറവേ, ഇഴിയിടകളിൽ വഴി തെളിയവേ, നിറനെഞ്ചിൽ ചേർക്കും കനിവേ നഗരം. வரும் நாட்கள் எல்லாம் ரத்தக்காரை மட்டும் கண்ணல் நூறக்கும் நேரம் ஏவன் உன் கருவை கட்டும். இங்கேடி உயிர் நுழைக்க உன் நண்பன் தோட்டா. நெஞ்சை தட்டி சொல்லடா சண்டியர் கூட்டம் நாங்கடா. ஒரே பதங்களோடு சேர்ந்திடும் பொழும் ஒரே தடல். இனி ஒரு பத நெறிவையில் எழுதிய கதை பறையும். പൂരമായി പൊടി പറത്തിയ റോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ ഭരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മങ്കിടങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കണം.
ചങ്കിൽ ചങ്കും ചേർത്തും കൊണ്ടേ വീറും നെറ്റിയിട മതയാന കൊടികയറണ പൂരമായി പൊടി പറത്തിയതോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ ഭരവിത തനിയടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരണം ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നീന്തൽ പഠിച്ചത്. പക്ഷെ റോഡിൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതിൽ മുഖ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് റോഡിൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. രണ്ടാമത്തെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനീകരണം ഇല്ലാതാക്കുക. പിന്നെ ഈ ഭൂമിയുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, മരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ അതൊക്കെ നശിച്ചു. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ പുഴയിലെത്തുന്നത്
ഉറപ്പാക്കുക. അപ്പം അത്തരം കാര്യങ്ങളാണ് രണ്ടാമത്തെ. അതായത് ഭൂമിയെ നീട്ടിക്കൊണ്ട് പോവുക. മലിനീകരണം ഒഴുകുന്നു. അതിന് ഒരു രീതിയിൽ മനുഷ്യർ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ വാഹനങ്ങളിലാണ് 20% വായുമലിനീകരണം കാണുന്നത്. റേറ്റ് ഡെയിലി വെട്ടിക്കുകയും ചെയ്യുന്നത് മാത്രം അയാൾ ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് സംസാരിച്ചു, നിങ്ങൾ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നൊന്നും ആരും നോക്കുന്നില്ല, വെറുതെ തരുമില്ല. അപ്പോൾ അത് മോശം സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നല്ലൊരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസിപ്ലിനും മാനേഴ്സുമുള്ള ഒരു റോഡ് സംസ്കാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ധാരാളം ആളുകൾ ഇനിയും നീന്തൽ പഠിക്കട്ടെ. ഈ നമ്മുടെ പുഴ, ആലുവ പുഴ നീന്തി കിടക്കട്ടെ. ഞാനൊരു എറണാകുളംകാരനാണ്, ചേടാനല്ലൂരാണ് എൻ്റെ വീട്. എൻ്റെ എല്ലാ ബന്ധുക്കളും, എൻ്റെ പെങ്ങന്മാരും മാമാരും ഒക്കെ താമസിക്കുന്നത് ആലുവയിലാണ്. എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നേർന്നുകൊണ്ട് ഇനിയും കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ വന്ന് നല്ല നീന്തലുകാർ ഇനിയും ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. 2 വാക്കുകൾ സംസാരിക്കാൻ അനുമതിയുണ്ടെങ്കിൽ നന്ദി. താങ്ക് യു സർ. താങ്കളുടെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരുപാട് നന്ദി. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ ഡിസിപ്ലിനുള്ള ഒരു ലൈഫ്, അതുപോലെ തന്നെ മാനേഴ്സുള്ള ഒരു ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ലൈഫ് ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് സാറിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നോട് നിൽക്കുന്നത്. എനിക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സത്യമായിട്ട് എത്രയോ വർഷങ്ങളായിട്ടല്ലേ നമ്മുടെ പുതിയ തലമുറ മൊബൈലിൽ അഡിക്റ്റായിട്ട് അതിൽ തന്നെ തൂങ്ങിയിരിക്കുന്നതിനൊക്കെ മാറി എഴുന്നേറ്റ് ഇതുപോലെ ഇവിടെ വന്ന് ചിട്ടയായ ഒരു ശീലത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാനുള്ള ആ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസ് അത്രയ്ക്ക് നടക്കണ കാര്യമല്ല. സൈറ്റേട്ടൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇനിയുള്ള ഒരു തലമുറ ആരോഗ്യത്തോടെയും നല്ല ശീലങ്ങളോടെയും പറഞ്ഞ പോലെ ഡിസിപ്ലിനോട് ഈ ഒരു സ്വിമ്മിങ്ങിൽ വന്ന് ഇത്രയും ജനങ്ങൾക്ക് അതൊരു പ്രയോജനമാകാം, ഒരു പ്രചോദനം തന്നെയാണ്. ഇവിടെ വന്നാൽ ആർക്കും തോന്നും ഒന്ന് വന്ന് നീന്തണം, ഇത് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു കഴിയുന്നതും ഇവിടെയുള്ള നമ്മുടെ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇവിടേക്കൊന്ന് വരുത്തുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ മനസ്സിൽ തോന്നും നമുക്കും അതുപോലെ ചെയ്യണം. നമ്മുടെ മക്കളെ ഏതെങ്കിലും പ്രായമൊന്നും ഇതിലൊരു പ്രശ്നമല്ല എന്നുള്ള തെളിയിച്ച കാര്യമാണ്. ഈ ഒരു ഉദ്യമം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിദ്യാഭ്യാസം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം സജീവേഷൻ്റെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ. അതുപോലൊരു പോലൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ എന്തായാലും നമ്മുടെ സ്നേഹം നമ്മൾക്ക് അറിയിക്കാം. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പിന്നെ നിങ്ങളെ അതിഥികൾ കുറച്ച് പേരോട് എത്തിച്ചേർന്നുണ്ട്. അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ എല്ലാവരും പേഴ്സണലായിട്ട് കാണാൻ പറ്റില്ല. ചെറുമക്കളെ നീന്തിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നീന്തൽ അറിയാൻ ആരെങ്കിലും ഒരാളുകൂടി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നീന്തൽ തുടങ്ങാവുന്നതാണ്. ഇവിടെ എത്ര പേരെന്നുള്ള വിഷയമില്ല. ഒരു ദിവസം 2000 പേര് വന്നാലും ഇവിടെ പഠിപ്പിക്കാനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. അതിലൊന്നും പേടിക്കുന്ന ഒരു ആളുകളെ കണ്ടെന്ന് നിങ്ങൾ പേടിക്കണ്ട. പുതിയ ആളുകൾ പഠിക്കാവുന്ന പുതിയവരൊന്ന് കൈവയ്ക്കും. പുതിയവര് ഇന്ന് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കലുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ ചേർന്ന് നിൽക്കണം. പെട്ടെന്ന് തന്നെ പറഞ്ഞു. പുതിയവരൊക്കെ ഈ സൈഡിലേക്ക് നിൽക്കുക, മറ്റുള്ളവരൊന്ന് മാറി കൊടുക്കും. പുതിയവര് ഈ സൈഡിലേക്ക് നിൽക്കുക. വിഷയങ്ങൾ കൂടുതലുണ്ട് ഇവിടെ. രണ്ടാമത്തെ ഏറ്റവും വലിയ മുങ്ങിയ ഭരണങ്ങളാണ്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കുറച്ച് ആളുകൾ എനിക്ക് വിട്ടുതന്ന ഞങ്ങളിവിടെ 30-നും 35-നും ഇടയ്ക്ക് കിലോമീറ്റർ സ്പീഡിലെ വണ്ടി ഓടിക്കുള്ളൂ ഹൈവേന്ന് ഇങ്ങോട്ട്. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് കറക്റ്റ് മര്യാദക്കാരാക്കാൻ വേണ്ടിയിട്ട് 36 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അപ്പൊ ഇവിടുത്തെ പാർക്കിംഗ് കണ്ട, പാർക്കിംഗ് എങ്ങനെയുണ്ട്? പാർക്കിംഗ് കണ്ടായിരുന്ന പാർക്കിംഗ്. അപ്പൊ സ്പീഡ് കുറച്ച് വരുമോ? ഹൈവേ എന്ന് പറയുമ്പോൾ സ്പീഡ് കുറച്ച് വരുമോ? ഈ വർഷത്തെ 6 വയസ്സ് തുടങ്ങി 70 വയസ്സ് വരെയുള്ള ആളുകളാണ് നീന്തിയത്. അപ്പൊ എല്ലാവർക്കും വേമ്പനാട്ടുകായലും നീന്താൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും രാവിലെ ഇതുപോലെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പുതിയവരൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകട്ടെ.
കേൾക്കാൻ കാരണം നീന്തൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എന്തായാലും അത് നമുക്ക് കേൾക്കാം. എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റൂല, സമയം കുറവായതുകൊണ്ട് അടുത്ത ക്ലാസ് തുടങ്ങണം. ഇതാണ് ഏറ്റവും ചെറിയ കുട്ടി. എത്ര വയസ്സാണ്? 7 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇങ്ങനെ നീന്തൽ പഠിക്കാം. ഇത് 2 മണിക്കൂർ തുഴഞ്ഞു കിടക്കാണ്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ പറ്റില്ലല്ലോ. 5-6 ദിവസം 2 മണിക്കൂർ തുഴഞ്ഞു കിടക്കണം. 8 പ്രാവശ്യം 10 അടി താഴ്ച പോയി മണൽ വാരി കൊണ്ടുവരണം. മണൽ വാരി കൊണ്ടില്ലേ, കല്ല് വരെ വാരി കൊണ്ടുവന്ന കുട്ടിയാണ് ഇത്. അങ്ങനെയാണ് ഇവിടെ പേടി മാറ്റിയെടുത്ത് നീന്തിക്കുന്നത്. അപ്പൊ 7 വയസ്സുള്ളവർക്ക് നീന്താനുള്ളതാണ് ഇവിടെ തെളിയിച്ചേക്കുന്നത്. അങ്ങനെ മുങ്ങി മരിച്ചു കളയേണ്ടതല്ല നമ്മുടെ ജീവിതം. ഇതുപോലെ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ വെള്ളത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 2 മണിക്കൂർ തുഴഞ്ഞു നിൽക്കുന്നതാണ് 40 അടി താഴ്ചയിൽ. ബാക്കി സമയക്കുറവ് കാരണം സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിയാൽ മതി കേട്ടോ. ഞാൻ ഇന്നേ ദിവസം വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീ സജി വാളശ്ശേരി സാറിന്റെ ശിക്ഷണത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കുകയും ആലുവ പുഴ ക്രോസ് ചെയ്ത് 780 മീറ്റർ വിജയകരമായി നീന്തുകയും ചെയ്തു. കേവലം ഒരു നീന്തൽ പരിശീലനം മാത്രമായല്ല ഞാൻ ഇവിടുത്തെ പരിശീലനത്തെ കാണുന്നത്. അത് എന്നെ ജലാശയത്തെക്കുറിച്ചും ജലാശയ അപകടത്തെക്കുറിച്ചും ബോധവാനാക്കുന്നു. ശ്രീ സജി വാളശ്ശേരി സാറിന്റെ ഇനി മുതൽ മുങ്ങിമരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആപ്തവാക്യത്തിനായി എനിക്ക് പ്രവർത്തിക്കേണ്ടതായുണ്ട്. അതിനാൽ നീന്തൽ പരിശീലനം പൂർത്തിയായ ഞാൻ ഒരിക്കലും ഒരു ജലാശയത്തിലും അമിത ആത്മവിശ്വാസത്തോടെയോ ജലാശയത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാതെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ കഠിനമായ ക്ഷീണമുണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളിലോ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയോ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പാലിക്കാതെയോ ഒരിടത്തും നീന്താൻ ഇറങ്ങില്ലെന്നും അതിന് തയ്യാറെടുക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞയെടുക്കുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.